നമസ്കാരം. ഇന്ന് നമ്മൾക്ക് റെറ്റിനോൾ ജ്യൂസ്, അതായത് സീസണൽ ആയിട്ടുള്ള ഒരു റെറ്റിനോൾ ജ്യൂസ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റെറ്റിനോൾ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ ഹെൽത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, ഇതെല്ലാം കൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. റെറ്റിനോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീമുകളിൽ, അതായത് പിഗ്മെന്റേഷൻ, ഏജിനിങ് ക്രീമിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ട്, സീസണൽ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ, അതായത് കുടിക്കുന്ന ഡ്രിങ്ക്സിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ട കാര്യങ്ങൾ എന്ന് നോക്കാം. ഒരു ക്യാരറ്റ് ബീറ്റ കരോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ പഴുത്ത മാങ്ങ അല്ലെങ്കിൽ പഴുത്ത പപ്പായ, സീസണൽ ഫ്രൂട്ട്സ് അനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതൊരു 1/2 കപ്പ്. മൂന്നാമത് നെല്ലിക്ക, ഒരു 2 നെല്ലിക്ക വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. പിന്നെ ഫ്രഷ് മിന്റ് ലീവ്സ്, അത് കുറച്ചെടുക്കുക. അതൊരു കൂളിംഗുമാണ്, ഡൈജഷൻ കൂട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, അതും ഡൈജഷൻ കൂട്ടുന്നതിന് സഹായിക്കും. ഒരു 1/2 കപ്പ് വെള്ളം ഉപയോഗിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ജ്യൂസ് എടുക്കാവുന്നതാണ്. അതിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം തേനും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു ഹെൽത്തി റെറ്റിനോൾ ജ്യൂസ് ഉണ്ടാക്കാവുന്നതാണ്.